നൈറ്റ് മാർക്കറ്റിലെത്തി. അതിൻ്റെ പേരാണിത്, ഖസർ അൽ ബഗായ് നരങ്ങൻ ഗഡോം പ്ലേസാണ്. വി ആർ സ്റ്റാർട്ടിങ് ദ നൈറ്റ് മാർക്കറ്റ് യൂസ്. നോക്കിയേ എൻ്റെ പൊന്നെ, നിറച്ച് റംബുട്ടാനും. വേണം 20 എടുക്കണോ? 20 എടുത്ത് പോവാം. അതാ പറഞ്ഞത്. അല്ല, ഈ 2 ഭാഗം എടുക്കാം. ഓക്കെ, ഇത് കാണാൻ തന്നെ ഉണ്ടല്ലോ. ചക്കയുടെ ഒക്കെ എന്തൊക്കെ കളറായിരിക്കണേ നോക്കി. ചക്കയുടെ കളർ നോക്കി. മാങ്ങ ജ്യൂസ് മുകളിൽ എഴുതിയിട്ടുണ്ട്, മാംഗോ ജ്യൂസ്. നാസി കട്ടാക്ക് മറ്റേ അത് നോക്കണോ? നാസി കട്ടോക്കല്ലേ ഇവിടുത്തെ ലോക്കൽ ഡിഷ് എന്ന് പറഞ്ഞേ. വേണ്ട, നാസി കട്ടോ ആണോ? ചേട്ടന് വേണോ ഏട്ടാ? നാസി കട്ടോക്ക് വേണോ? അടിപൊളിയാണ്. കുട്ടികളുടെ കളിപ്പാട്ടവും ഉണ്ട്. ഇത്രയും ജനവും എല്ലാ ദിവസവും ഇത് വർക്കിങ്ങുമാണ്. അതാണ്ടൊക്കെ പൊരിച്ചപ്പോൾ ഉണ്ടാക്കുന്നുണ്ടോ? കറി പഫ് ഫാക്ടറിയാണ്. ഇവിടെ പഫ്സാണ്. ഇവിടെ ജ്യൂസിൻ്റെ ഏരിയ. ഈ ചക്കയിലും ഡുറാൻ എന്ന് പറയുന്ന സാധനമാണ് കൂടുതലുള്ളത്. ഓക്കെ, ജെല്ലി ബോളുകളാണ്. പിന്നെ വില കൂട്ടി അല്ലെങ്കിൽ മാംഗോസ്റ്റീൻ, ചക്ക. അവിടെയൊക്കെ ഓരോന്ന് തീരുമ്പം കൊണ്ടുവരും. ഡോണറ്റ്സ്. ഇതൊക്കെ നമ്മൾ വരുമ്പോൾ ഒരു പ്രദേശത്തിൻ്റെ പ്രത്യേകത നമ്മളൊന്ന് കാണാതെ പോയാൽ ശരിയാണ്. ഭയങ്കര ഫ്രണ്ട്ലിയാണ് ഇവിടെയുള്ളവർ. നമ്മളിപ്പോൾ വീഡിയോ എടുക്കുന്നതെന്നൊക്കെ കണ്ടാൽ നമ്മൾ നോക്കി അവർ ചിരിക്കും കേട്ടോ. ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ജ്യൂസസ്. അവക്കാഡോയിലാണ് കണ്ടോ ഇരിക്കുന്നത്. അതുപോലെ അവിടെ അകത്തൊരാൾ ഇരുന്ന് ചക്ക വൃത്തിയാക്കിക്കൊണ്ടിരിക്കുക. അവിടെ നിന്ന് തീരുമ്പോൾ അതിങ്ങോട്ട് കൊണ്ടുവയ്ക്കും. അതുപോലെ ഇവിടെ ദേ നെയ്യപ്പം ഇരിക്കുന്നു കണ്ടോ. നമ്മുടെ നെയ്യപ്പം ഇരിക്കണമുണ്ടോ? ഓക്കെ, കെബാബൊക്കെയാണ് ഇവിടെ. ഈ ഡുറിയാൻ, ഇത് ഡുറിയാൻ അല്ലേ? ഡുറിയാൻ രാജീവ് വിലയൊക്കെ എന്താ അത്? ഓ, ഓക്കെ. നൈറ്റ് മാർക്കറ്റ് ഈസ് ഗോയിങ് ഓൺ. നൈറ്റ് മാർക്കറ്റ് ചുറ്റിക്കറങ്ങി ഒരുപാട് കാഴ്ചകൾ കണ്ടു. Pasar Malam Abes. Pasar Malam is finished. Today's program finished. Yeah, finished. Hari malam semua orang visited Pasar Malam Gedong. Very good. Good night. ഫുഡ് കണ്ടാൽ നമ്മൾ നോക്കി നിൽക്കും. വിശപ്പോട് കൂടിയാണ് വരണതെങ്കിൽ ഇതെടുത്ത് വെച്ചിട്ട്
അപ്പം ഞങ്ങൾ വൈൻഡപ്പ് ചെയ്യുവാണ്. നമ്മൾ നൈറ്റ് മാർക്കറ്റ് നമ്മൾ തീർക്കുവാണ്. മുട്ട പൊരിച്ച് വെച്ചിരിക്കുന്നു, മുട്ട പുഴുങ്ങി വെച്ചിരിക്കുന്നു, മുട്ടയും ചിക്കനും കൂടിയിട്ട് വെച്ചിരിക്കുന്നു, ഓരോരോ കാര്യങ്ങളും അവിടെയെല്ലാം ഓരോന്ന് വെച്ചിരിക്കുന്നു. സ്ക്രാമ്പിൾഡ് എഗ് വെച്ചിരിക്കുന്നു. ഇതെന്താണ്? ലിവർ. ഇത് വേറെ ലിവർ. ഓ മൈ ഗോഡ്! ഇത് ലിവറാണ് അല്ലേ? ഇത് നമ്മുടെ ദോശ പോലെ ഉണ്ടല്ലോ. ദോശ, പഴംപൊരി. ഇത് ദോശയാണോ? ഇനി അവിടെ കൊണ്ട് ഇതങ്ങ് തീരുവാണ്. അവിടെ ഫുഡുണ്ട്. നോക്ക്, സ്വീറ്റ്സായി നോക്കൂ. എന്തായാലും ഗംഭീരം തന്നെയാണ്. ഇവിടെ മീറ്റിൻ്റെ പ്രളയമാണ്. ഓക്കെ, താങ്ക് യു. നോക്കി ഓരോന്നിരിക്കുന്നുണ്ടോ. മറ്റേ പഴംപൊരി മലയാളത്തിൽ ഈവനിങ് സ്നാക്സ് ആണ്. ഒന്ന് കാണാൻ ഈ പറഞ്ഞ പോലെ നല്ലത് തന്നെയാ. ഒരു ചന്തമൊക്കെ കണ്ടോ? എൻ്റെ ദൈവമേ, ലൈറ്റും ഒക്കെ ഇട്ട് ഇവിടെ കുറേ സംഭവങ്ങൾ ഇരിക്കുന്നു. $1 3 പീസസ് തരുമെന്നാണ് പറയണം. നോക്കി, ഇതൊക്കെ എന്ത് സാധനങ്ങളാണ്! രക്ഷയില്ലെന്നേ, അങ്ങോട്ട് വിശാലമായി കിടക്കുക. ഞാനെന്തായാലും ഇത് വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ് കേട്ടോ. ഇനി നമുക്ക് അങ്ങോട്ട് എടുക്കാൻ പറ്റില്ല, മതിയായി. ബാസ്കോ സ്പെഷ്യൽ എന്ന് പറഞ്ഞ് വെച്ചിരിക്കുക. എനിക്ക് തോന്നുന്നു ഈ ബൗളോട് കൂടി ഇത് തരുവാണെന്ന്. അവിടെ $1 നൂഡിൽസ്. ഇതിന് വില എഴുതിയിട്ടുണ്ട്. $3 അങ്ങനെ. ഇത് ഈ ബൗളോട് കൂടി ഇങ്ങ് തരൂ. ബാസ്കോ ഈസ് $2. അപ്പം ഞാനോട്ട് ബൗളോടെ കിട്ടും. ബാക്സോ. അപ്പം ഈ ബാക്സോക്ക് $2. അതെ, അവിടെ തിരിഞ്ഞു. ഹലോ, ഇങ്ങനെ അങ്ങ് റെഡിയായി നിൽക്കുക. ഓർഡർ ചെയ്യണോ? ഇവിടെ പബ്സിൻ്റെ വേണമാണ്. നോക്കൂ, എല്ലാം. ആർക്കും ബോറടിക്കില്ല ഇനി ആളൊന്നും ഇല്ലെങ്കിലും. എൻ്റെ പിന്നെ ഇവിടെ നോക്കൂ. ഇതൊക്കെ കാണാതിരിക്കുന്നത് എങ്ങനെയാ? ഫിഷിൻ്റെ പ്രളയമാണല്ലോ. ഓ മൈ ഗോഡ്! ഈച്ച വരാതിരിക്കാനായിട്ട് നോക്കിയണേ. ഇവിടെയുമുണ്ട്. ഇത് നോക്കിയേ, ഒരു കസ്തൂരി ഒരു ഫിഷിനെയും കയറ്റി വെച്ച്. അടിപൊളിയാണല്ലോ. ആ കുട്ടിയാണ് വേഗം നമുക്ക് വേണമെന്ന് ചോദിച്ചുകൊണ്ട് വന്നാണ്. നമ്മൾ ഓരോന്ന് നോക്കുവാണ് വീഡിയോ എടുക്കാൻ. ഇവിടെ മുഴുവൻ നോൺ വെജിൻ്റെ പ്രളയമാണത്. കണ്ടോ? ഇതൊക്കെ എന്തോ ചില്ലി കളർ എന്തൊക്കെ ഇട്ടിട്ട് ഇതെന്ത് ഫിഷായി വച്ചിരിക്കുന്നത്? നോക്കി, മീനും ഒക്കെ ഉണ്ട്. ഇത് സമ്പൽ എന്ന് പറയുന്നൊരു സാധനം ആ ഗ്രിൽഡ് ഫിഷിലോട്ട് ഒഴിച്ച് വെച്ചിരിക്കുകയാണ്. രാജീവ് നിന്ന് വീഡിയോ എടുത്തോണ്ട്. എൻ്റെ പൊന്നെ, കുറച്ച് വിശന്നിട്ടാണ് ഇങ്ങോട്ട് വരുന്നതെങ്കിൽ ഒരു രക്ഷയില്ല. നമ്മുടെ വിശപ്പങ്ങ് കൂടും കേട്ടോ. വിശപ്പും കൊണ്ടാണ് ഇങ്ങോട്ട് വരുന്നതെങ്കിൽ വിശപ്പങ്ങ് കൂടും.
ഇല്ല, എനിക്കൊരിത്തിരി വിശപ്പൊക്കെ ഉണ്ട് കണ്ടോ, ഉണ്ടാക്കി വെക്കുന്നത്. സാത്തയൊക്കെ ഉണ്ടാക്കി വെക്കുന്നുണ്ടോ? ഇത് നോക്കി, ഓരോ പാക്ക് ഇങ്ങനെ ചോറും എല്ലാം ഒക്കെ ആയിട്ട് ഇങ്ങനെ വച്ചിരിക്കുക കണ്ട. ഇതിൻ്റെ വില ഇവിടെ ഉണ്ടാവുമായിരിക്കും. എനിക്ക് ആ മീൻ എടുക്കാം. ഞാൻ പങ്ക് മേടിക്കുവാണേ. നമുക്ക് കഴിച്ചു പോയി നോക്കാം. संभाल जैसा खड़ा पिज्जा होगा. എന്താ തിരക്ക്, എല്ലാവരും മേടിക്കുന്നുണ്ട് കേട്ടോ. ഇവിടെയോ എല്ലാം ഓക്കെ. വെജിറ്റബിൾ ഉണ്ട്, ഫിഷ്, ചിക്കൻ, എവറിത്തിങ്. ഇതാണ് വലിയ ഫിഷ്. യെസ്, ദിസ് ഈസ് ദ ഫിഷ്. വേണോ ഏട്ടന്? ഇതൊക്കെ എന്തൊരു ചേല, ഇതൊക്കെ നമുക്ക് എടുക്കാനായിട്ട്. ഇത് നോക്കൂ, $1 ഡ്രിങ്ക്സാണ്. ഓക്കെ, ഏതെടുത്താലും $1. സോട്ടോ ചോറും $1. ഇത് കൊള്ളാലോ, $1. ആ, എല്ലാം കടയിൽ. എല്ലാവർക്കും എന്തൊരു ചിരിയാ. നമ്മുടെ കിട്ടി. എല്ലാവരും മേടിക്കുവാണ്. എല്ലാവരും അത് ക്യൂ നിൽക്കുക. അതാണ് അവരെന്നെ നോക്കുന്നത്. നിങ്ങൾ ക്യൂ കടന്നു പോകുന്നോ? ഇവിടെ ചില സ്ഥലമൊക്കെ അങ്ങ് ഒഴിഞ്ഞ് കിടക്കുവാണ്. ഇതാണ് സാത്തേ. ആ, ഇതാരാ ബീഫ്. ഓ, കാര്യങ്ങളൊക്കെ ഇവിടെയുണ്ട്. ഇവിടെ നിന്ന് ഇങ്ങോട്ട് നമ്മൾ നോക്കുവാണെങ്കിൽ ഇതാ ആൾക്കാർ ഇരുന്ന് കഴിക്കുന്നു. ഇവിടെ ഇതൊരു സംഭവം തന്നെയാണ് കേട്ടോ. നമുക്കിങ്ങനെ പോയി നോക്കാം. ഇത് കണ്ടോ, അത് സ്വീറ്റാണ്. ഓക്കെ, ഇവിടെ കണ്ടോ, ഇതാ നമുക്ക് ഓടിച്ചങ്ങെടുക്കാം. ഇവിടെ നോക്കി ഓരോ ജ്യൂസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്കിത് ചെയ്യാം. ഫ്രൂട്ട്സ് വീണ്ടും ഇത് മാത്രമാണ് ഇരിക്കുന്നതെന്ന് നോക്കി. ചക്കയുടെയൊക്കെ പ്രളയമാണ് നമ്മുടെ നാട്ടിലെ പോലെ തന്നെ. ഡുറിയൻ ഇവിടെ കാടിയാണ് കേട്ടോ മേശ. അത് പോലെ നോക്കൂ. ഇവിടെയാണ് സംഭവം. സോസേജ് അങ്ങനെയുള്ള സാധനങ്ങളാണ്. നോക്കട്ടെ ഇതൊക്കെ എന്ത് സാധനം. ചുമ്മാ നോക്കിയതായിട്ട് എനിക്ക് വേണ്ട. നോക്കിയേ, മീനിനെ പൊരിക്കാനായിട്ട് വച്ചിരിക്കുന്നത്. ഇക്കാൻ ലക്കി കൗസി. നോക്കൂ, ഇത് കൊണ്ടുപോയി നമ്മളങ്ങോട്ട് പൊരിച്ചാൽ മതി. അതെ.